അങ്ങനെ ഞാൻ മൺട്രോത്തുരുത്തിൽ നിന്ന് പോകാൻ തുടങ്ങുക. കണ്ടൽക്കാടാകട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ഇതിൻ്റെ കറ ദേഹത്ത് വീണാൽ പൊള്ളും, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പറിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം കറ വീണാൽ ശ്രദ്ധിക്കണം. കറ വീഴാതെ ശ്രദ്ധിക്കണം, പൊള്ളും ദേഹം. ഞാനിനി ഇവിടുന്ന് ഈ വഴിയെ പെരുമൺ വഴി സാമ്പ്രാണിക്കുടിക്ക് പോകാനെ കൊണ്ടുള്ള പരിപാടിയാണ്. അങ്ങനെ പെരുമണ്ണിലേക്ക് വന്നു. പെരുമണ്ണിൽ നിന്ന് ജങ്കാറെ കയറണം. ജങ്കാറെ കയറി ഇങ്ങനെ പോവാം. ജങ്കാറെ കയറിയിരുന്ന് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് ഇരുന്നെടുത്ത വീഡിയോ ആയ ഇത്. കായലിങ്ങനെ വിജനമായിട്ട് കിടക്കുക. കണ്ണെത്താ ദൂരത്ത് കാണുമ്പോൾ അറിയാം. ഈ പെരുമണ്ണിലാണ് പണ്ട് ട്രെയിൻ അപകടം ഉണ്ടായത്. ഈ കായലിലാണ് ട്രെയിൻ അപകടം ഉണ്ടായി മറിഞ്ഞത്. ആ ഭാഗം ഞാൻ കാണിക്കാം. ആ ഭാഗം ആകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ യാത്രക്കാരുണ്ട്. ഇത് ഒറിജിനൽ ജങ്കാറല്ല, വള്ളം. 2 വള്ളങ്ങൾ കൂട്ടി യോജിപ്പിച്ച ഒരു വള്ളത്തെ എൻജിൻ, ഒരു വള്ളത്തെ മറുവള്ളത്തെ ചേർത്ത് വെച്ച് സെൻട്രിൽ കൂടെ വാഹനങ്ങളും യാത്രക്കാരെയും കയറ്റി നിർത്താമെന്ന് പടം കെട്ട് അതിൽ കൂടിയാണ് എല്ലാവരെയും കയറ്റി കൊണ്ടുപോകുന്നത്. അതാണ് ഈ 2 ഒരു ഇങ്ങേ സൈഡിൽ ഒരു വള്ളവും കാണുന്നത്. ഇപ്പുറത്ത് ഇതിൻ്റെ എൻജിൻ പെര. തോടെ രണ്ട് തൂണുകൾ കണ്ടോ. ഇതാണ് പുതിയ പാലം പണിയുന്നത്. ഇതിന് തൊട്ടപ്പുറത്താണ് റെയിൽവേയുടെ പഴയ പാലം. അവിടെയായിരുന്നു പണ്ട് ദുരന്തമുണ്ടായത്. ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. ഈ കാണുന്ന ബോട്ടിൻ്റെ എൻജിൻ പുരയാണ്. എൻജിൻ പുരയുടെ മണ്ടഭാഗമാണ്. വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പം ഷെഡിൻ്റെ മേൽക്കൂരയായിട്ട് തോന്നും. ഷെഡിൻ്റെ മേൽക്കൂരയല്ല, എൻജിൻ പുരയുടെ പുരയാണ്. ഞാൻ കയറിയെടുത്ത് നിന്ന് പെരുമണ്ണിലോട്ട് ചെന്നിറങ്ങാൻ 4-5 കിലോമീറ്റർ യാത്രയുണ്ട്. ജങ്കാറെ നല്ല രസമുള്ളൊരു യാത്രയാണ്. ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് എൻജിൻ പുരയുടെ മണ്ടഭാഗമാണ്. വേണ്ട വാഹനങ്ങളൊക്കെ ജങ്കാറെ കയറ്റി നിർത്തിയേക്കുന്നതാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ കരയടുക്കാറായി. നല്ലൊരു യാത്രാനുഭവമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പം ഒരുപാട് ദൂരം കാണും. പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം അടുക്കാറായി. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. ഉച്ചയ്ക്ക് ഒരു ഉണ്ണാൻ കയറിപ്പോയി. ഊണുമൊക്കെ കഴിഞ്ഞ് ഒരുപാട് താമസിച്ചാണ് ജങ്കാർ വന്നത്. അവിടെ വെയിലായിരുന്നു. വെയിലത്ത് കുളിച്ച് വിയർത്ത് കുളിച്ചു. ഇനി ഇവിടുന്ന് നേരെ സാമ്പ്രാണിക്കുടിയിലെ കാഴ്ചകളെല്ലാം പോയി കാണണം. അതുകൊണ്ട് ആ കാണുന്ന അതാണ് കര. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി. അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും വണ്ടിയെ യാത്ര ചെയ്യണം. അവിടുന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ മൺട്രോത്തുരുത്തും കണ്ടു, പെരുമണ്ണും കണ്ടു. അടുത്തത് ഇനി സാമ്പ്രാണിക്കുടിയാണ്.
അങ്ങനെ കായലിൽ കൂടി യാത്രയും നടത്തി. അങ്ങനെ ഇറങ്ങേണ്ട സ്ഥലം അടുത്തു. ഓക്കേ.